കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു സംഭവം. യുവതി കൊച്ചിയിലൊരു ആവശ്യത്തിന് വന്നതാണ്. അതിനുശേഷം മടങ്ങിപ്പോകാൻ ഒരുങ്ങുകയായിരുന്നു. തൃശ്ശൂരിലേക്കായിരുന്നു പോകേണ്ടിയിരുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ വന്നു. ആ സമയത്താണ് കന്യാകുമാരി പൂനെ എക്സ്പ്രസ് പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നത്. ട്രെയിനിൽ നിന്ന് നിരവധി പേർ ഇറങ്ങുന്നുണ്ടായിരുന്നു. ആ സമയം സജീവ് എന്ന് പറയുന്ന വ്യക്തി ഇറങ്ങി വരുന്നു. തുടർന്ന് ഈ പെൺകുട്ടിയോട് ലൈംഗിക അതിക്രമം നടത്തുകയായിരുന്നു. അതിശക്തമായി ഇതിനെതിരെ പെൺകുട്ടി പ്രതികരിച്ചു. ഒപ്പം പതറാതെ മനോധൈര്യം കൈവിടാതെയായിരുന്നു ഇടപെടൽ എല്ലാം. തുടർന്ന് ഇയാൾ ഓടിക്കളയുകയാണ് ഉണ്ടായത്. അവിടെ കൂടിയ ആളുകളും അതോടൊപ്പം തന്നെ പോലീസും ഇതിൽ ഇടപെട്ടുകൊണ്ട് ഇയാളെ പിന്തുടർന്ന് പിടികൂടുകയാണ് ചെയ്തത്. ഇതിന് പിന്നാലെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ താൻ നേരിട്ട ദുരനുഭവം, ബുദ്ധിമുട്ട് ആ പെൺകുട്ടി വിവരിച്ചത്. പിന്നെ ആൾക്കാരൊക്കെ കൂടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ആള് പറഞ്ഞു ഇല്ല ഇല്ല ഇല്ല, അങ്ങനെ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അത് ആള് പിടിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ. അപ്പൊ ഞാൻ ചോദിച്ചു നീ പിടിച്ചില്ലേ എന്ന് ചോദിച്ചു. ഞാൻ നല്ല റേസ് ആയപ്പോഴത്തേക്ക് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയാണ്. പിന്നെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ പിടിച്ച് നിർത്തിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ആള് ഫോൺ ഇങ്ങനെ തട്ടി മാറ്റിയിട്ട് ആള് സ്പീഡിലോടി. പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി റെയിൽവേ പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള സജീവ് താൻ ആർമിയിലെ ക്ലീനിംഗ് സ്റ്റാഫാണ് എന്നതാണ് പോലീസിനോട് പറഞ്ഞത്. ഇയാളുടെ പശ്ചാത്തലവും മറ്റ് വിശദാംശങ്ങളും ഒക്കെ തന്നെ പോലീസ് സംഘം പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ആ പെൺകുട്ടിയുടെ ചെറുത്തുനിൽപ്പ് അത് എടുത്തു പറയേണ്ടതാണ്. അങ്ങനെ ശക്തമായി പ്രതികരിച്ചതുകൊണ്ടാണ് ഇയാളെ ആ സമയം തന്നെ പിടികൂടാൻ ഇടയാക്കിയത്. ക്യാമറമാൻ ആന്റണി ഗ്രിഗറിക്കൊപ്പം എസ് ഷാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.